എല്ലാവർക്കും നമസ്കാരം. ജയനമൃതയാണ്. നമ്മുടെ വണ്ടി ഇന്നലെ ഓട്ടം പോയതാണ്. അത് വഴിക്ക് വെച്ച് പിടിച്ച് പെട്ടെന്ന് തന്നെ പെയിന്റ് മാറ്റണമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് എടുത്തിട്ട ഓട്ടമാണ്, ബുക്കിംഗ് ഉള്ള ഓട്ടമായിരുന്നു. അത് നേരെ നമ്മൾ ഓടാതിരിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും നമ്മളെ എടുത്തിട്ട് ഇടിക്കും, കൂവും പിടിച്ച് വാട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടം പോയതാണ്. പക്ഷേ വഴിക്ക് വെച്ച് പിടിച്ച് പെയിന്റ് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും കൊടിയ പാവമാണ് സാറന്മാരെ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പെയിന്റ് മാറ്റണമെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് വണ്ടികൾക്ക്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരി, വണ്ടിയിലെ സെറ്റുകൾ മാറ്റാൻ പറഞ്ഞാൽ അത് ഓക്കെ, ലൈറ്റുകൾ മാറ്റാൻ പറഞ്ഞാൽ അത് ഓക്കെ, എങ്ങനെയെങ്കിലും ഉള്ളുപോയത്. പക്ഷേ ഔട്ടർ ലൈനിലുള്ള പെയിന്റുകൾ എന്ത് കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് എത്ര ലക്ഷം രൂപ ചിലവാക്കി അടിച്ച പെയിന്റുകളാണ്. അത് കാരണമല്ല, അത് മാത്രമല്ല ഈ ഒരു കളർ കൊണ്ട് എന്ത് അപകടമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കുന്നത്. ഒന്ന് സമാനം പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലതാമസം കൊടുക്കും. നിങ്ങൾക്ക് കൊറോണ എന്ന മഹാമാരി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് കരകയറി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ദ്രോഹം ഒരു മനുഷ്യൻ്റെ അടുത്തും ചെയ്യരുത്. അവർ എത്ര നാളുകൊണ്ട് ഈ പുതിയകാവ്, കരുനാഗപ്പള്ളി പുതിയകാവ് തൊട്ട് നോക്കിയാൽ പുതിയകാവിൽ ഒരു 8-10 വണ്ടി ഇപ്പോഴും കയറ്റിയിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? അത് എടുക്കാൻ പൈസ ഇല്ല, എടുത്ത് റൂട്ടിൽ ഓടാനും നിരത്തിലിറക്കാൻ പൈസ ഇല്ല, അതിൻ്റെ വിഷമത്താൽ. അപ്പം അത്രയും വിഷമസ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് കരകയറി വന്നതേ ഉള്ളൂ. ഈ കരകയറി വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവറുടെ അനാവസ്ഥ കാരണം അത് സംഭവിച്ചു. പക്ഷെ അത് ഒരു തെറ്റ് ചെയ്തതിന് ഈ ലോകം മൊത്തമുള്ള എല്ലാവരെയും പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും കുടുംബം പറ്റാൻ നടക്കുന്ന ആൾക്കാരാണ്. ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടച്ച് ഇൻഷുറൻസ് കൊടുത്ത് ലക്ഷറി ടാക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കാം, KSRTC ബസ്സിൻ്റെ സൈഡിൽ, അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം പരസ്യമാണ്. KSRTC ബസ്സിന് പല കളറുണ്ട്, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾക്ക് പല കളറുണ്ട്. അതിൻ്റെ ഒന്നും കളർ ആർക്കും മാറ്റണ്ടായേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ പിടിച്ചിട്ട് ടാക്സ് പെട്ടെന്ന് പറഞ്ഞ് എന്താ കളർ മാറ്റണം, അപ്പം കളർ മാറ്റുന്ന കാണിച്ചു കൊടുക്കുക. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? ഗതി കെട്ടാ പുല്ലും പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുക. കളർ മാറ്റി ബ്ലാക്ക് കളറിൽ നിന്ന് നേരെ വൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആണ്ട അല്ല ഇപ്പം എന്താ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു തരുക, കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ കളർ നമ്മളങ്ങ് എടുത്ത് കളഞ്ഞു. കണ്ടോ കൂട്ടിയിട്ടേക്കുന്ന എത്ര ലക്ഷം രൂപയുടെ സാധനമായി കിടക്കുന്നത് കണ്ടോ? ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. ആ ഇളക്കത്തിൽ നിന്ന് കാണിച്ചു കൊടുത്തു. എന്താ കണ്ടോ? ഇളക്കിയോ? തീർന്നോ ഇളക്കി? ഇല്ല, ഇളക്കി തീർന്നില്ല. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വെറും ഒരു കൊടിയ പാപമാണ് ചെയ്തത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അകത്തെ സെറ്റുകൾ, അകത്തെ സൗണ്ട് സിസ്റ്റങ്ങൾ എല്ലാം ഓക്കെ, അത് നിങ്ങൾ ഇറക്കി മാറ്റാൻ പറഞ്ഞത് 100% ശരി, അത് ഞങ്ങൾ മാറ്റി. പക്ഷേ ഈ പെയിന്റ് മാറ്റാൻ പറഞ്ഞത് ഒരിക്കലും ഒരു ഈശ്വരൻ പോലും പുറക്കാത്ത പണിയായി കാണിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് വണ്ടി ഓട്ടം പോയ, നേരത്തെ എടുത്തിട്ട് ഓട്ടമാണ്. ആ ഓട്ടം പോയ വണ്ടി വഴിക്കിട്ട് തടഞ്ഞിട്ട് അതിന് പ്രത്യേക പെറ്റി അടിച്ച് വിട്ട് പെയിന്റ് മാറ്റാതെ പുറത്തിറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, KSRTC ബസ്സിന് വേറെ പരസ്യം ചെയ്യാം, പെയിന്റ് ചെയ്യാം, പ്രൈവറ്റ് ബസ്സിന് പെയിന്റ് ചെയ്യാം, അങ്ങനെ പല ബസ്സുകൾക്കും പല വണ്ടികൾക്കും കളർ അടിക്കാം. എന്തുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സിന് ഇങ്ങനെ ആയിക്കോട്ടെ? ലക്ഷറി ടാക്സിന് കൊടുക്കുന്ന വണ്ടിക്ക് എന്തുകൊണ്ട് ഈ കളർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നന്ദി, നമസ്കാരം. കട്ടി.